നമസ്കാരം, ഞാൻ സംഗീത. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് റവ കേസരിയാണ്. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചൂടായ പാത്രത്തിൽ ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. അതിലേക്ക് കാഷ്യൂനട്ട് ചേർക്കുന്നു. ഞാൻ 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാഷ്യൂനട്ട് ഇപ്പോൾ കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കിസ്മിസ് ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ കിസ്മിസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിൽ കുറച്ച് നെയ്യ് ബാക്കിയുണ്ട്. അതിൽ നമുക്ക് റവ വറുത്തെടുക്കാം. വറുത്ത റവയാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിലും ഒന്നുകൂടി വറുത്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ കളർ ചെറുതായി മാറി വന്നിട്ടുണ്ട്. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച 2 കപ്പ് വെള്ളം ചേർക്കുന്നു. ഇതിലേക്ക് ഞാൻ 1 നുള്ളു ഉപ്പ് ചേർക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ ചേർത്താൽ മതി. വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഫുഡ് കളർ ഞാൻ ചേർക്കുന്നില്ല. അതിനു പകരം 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. 2 നുള്ളു മതിയാകും. അധികം ചേർത്താൽ കേസരിയിൽ മഞ്ഞൾപ്പൊടിയുടെ മണം വരും. അതിനുശേഷം ഇതിലേക്ക് കുറച്ചായി വറുത്ത റവ ചേർത്ത് കൊടുക്കണം. റവ പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നല്ലവണ്ണം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് നെയ്യ് ചേർക്കാം. ഈ നെയ്യ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഇത് തിക്കായി വന്നിട്ടുണ്ട്. 1 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വറുത്തു വെച്ച കാഷ്യൂനട്ടും കിസ്മിസും ചേർക്കാം. നമ്മുടെ റവ കേസരി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.